പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളെ കാണുന്നത് തത്സമയം. Here the CPI leadership takes the role of opposition in almost many of the cases. In Kerala, the CPI leadership takes the role of opposition in many of the cases. How you find this? Whether this may affect your coalition or your... We are discussing the matter with them. That's all I can tell you. We are discussing the matter with the CPI leadership, both at the state level and the central level. So do you think that government performance last 10 months get reflected in the by-elections in Malappuram? I don't think it will be a direct reflection, because everybody knows the political, social, political composition of the Malappuram seat. So, as you know, it has been a traditional bastion of the Muslim League. So, you can't say the result will definitely, therefore, but I think some reflection will be there in the sense, you will, after the result comes, you will see. On the basis of the LDF performance there, then you can make some conclusion for that. Yes? All right? Thank you. ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം RSS ഹനിക്കുന്നുവെന്ന് പ്രകാശ് കാരാട്ട്. ബീഫിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടി ആണ് എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. DGP മാറ്റാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം RSS ഹനിക്കുന്നുവെന്ന് പ്രകാശ് കാരാട്ട്. ബീഫിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുന്നു. മേഘ, എന്തൊക്കെ കൂടുതൽ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അരുൺ, അല്പം മുമ്പാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടത്. കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യമാണ്. ജിഷ്ണു കേസിൽ സർക്കാർ നല്ല രീതിയിലാണ് ഇടപെട്ടത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് സർക്കാരിന് വീഴ്ച വന്നു എന്ന തരത്തിൽ ദേശീയ നേതൃത്വം ഇതുവരെയും വിലയിരുത്തിയിട്ടില്ല. സർക്കാർ നല്ല രീതിയിൽ മാത്രമാണ് ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളതും ഇടപെട്ട് കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ജിഷ്ണു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രകാശ് കാരാട്ട് പറയുന്നു. ഈ ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് വലിച്ചിഴച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കുന്നത് സർക്കാരിനെ ഒരു ഭാഗത്ത് നിന്ന് ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ്. ചില മാധ്യമങ്ങൾ ഇതിനെ ആയുധമാക്കി മാറ്റുന്നു എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. പോലീസ് സേനയിൽ ആരെ എവിടെ വേണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയല്ല, അതിന് സർക്കാരുണ്ട്. സർക്കാർ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് തന്നെ എടുക്കുമെന്നും പ്രകാശ് കാരാട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്നത് ചില ഇടതുപക്ഷ സ്ഥാനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്നത് ചില ഇടതുപക്ഷത്തുള്ള ചില ആളുകൾ പ്രതിപക്ഷത്ത് അല്ല എന്ന് ഓർക്കണം. CPIയുമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് CPI കേരള ഘടകത്തെയും കേന്ദ്ര നേതൃത്വത്തെയും പാർട്ടി ചർച്ച ചെയ്തു തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. അദ്ദേഹം ദേശീയ തലത്തിൽ വ്യക്തമാക്കുന്ന കാര്യം എന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച കാര്യമാണ്. ഉത്തർപ്രദേശിൽ മാംസം വിൽക്കുന്ന കടകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാംസം വിൽക്കുന്ന കടകൾ അടപ്പിക്കുന്ന തീരുമാനം പുതിയ മുഖ്യമന്ത്രി BJPയുടെ പുതിയ മുഖ്യമന്ത്രി ആദിത്യനാഥ് സ്വീകരിച്ചിരിക്കുന്നു. ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രാഷ്ട്രത്തെ ഉണ്ടാക്കുക എന്ന ഒരു അജണ്ടയാണ് അദ്ദേഹം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഉത്തർപ്രദേശിലെ സാധാരണ ആളുകളുടെ മാംസം വിൽക്കുന്ന ആളുകളുടെ ഉൾപ്പെടെ സാധാരണക്കാരുടെ ജീവിത രീതികളെ തന്നെ ഇത് അട്ടിമറിക്കുന്ന തരത്തിലാണ് ഉത്തർപ്രദേശിൽ പുതിയ മുഖ്യമന്ത്രിയായ ആദിത്യനാഥ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇഷ്ടഭക്ഷണം കഴിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിന് മുകളിൽ പോലും BJP വെല്ലുവിളിക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. മാംസങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അവിടെ ഇത്തരത്തിലുള്ള മാംസക്കടകൾ അടപ്പിച്ചുകൊണ്ടുള്ള BJPയുടെ നിലപാട് വലിയ തരത്തിലുള്ള മാംസ കച്ചവടം നടത്തുന്ന ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ തരത്തിൽ ബാധിക്കുന്നു. പൂർണ്ണമായും ആദിത്യനാഥ് നടപ്പാക്കുന്നത് പതിയെ ഒരു ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുക എന്ന തരത്തിലേക്കാണ് ആദിത്യനാഥ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നും പ്രകാശ് കാരാട്ട് ഓർമ്മിപ്പിക്കുന്നു. അരുൺ.
മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ജിഷ്ണു കേസിൽ സത്യങ്ങളാകെ തമസ്കരിക്കുന്ന പ്രചരണങ്ങൾ നടക്കുന്നതായി സർക്കാർ. മകൻ നഷ്ടപ്പെട്ടത് മൂലം കണ്ണീരിലായ ഒരു കുടുംബത്തിന്റെ വേദന മുതലെടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചിലർ നടത്തുന്നത്. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കിയുള്ള നടപടികളാണ് സർക്കാർ എടുക്കുന്നത് എന്നും PRD നൽകിയ പത്രപരസ്യത്തിലൂടെ വ്യക്തമാകുന്നു. അതേസമയം തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ളതാണ് പരസ്യമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. ജിഷ്ണു കേസിന്റെ സത്യങ്ങളാകെ തമസ്കരിക്കുന്ന പ്രചരണങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ആദ്യം മുതലേ ഗൌരവത്തോടെയാണ് സർക്കാർ ഈ കേസിനെ സമീപിച്ചിട്ടുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ മകൻ നഷ്ടപ്പെട്ടതുമൂലം കണ്ണീരിലായ ഒരു കുടുംബത്തിന്റെ വേദന മുതലെടുത്ത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചിലർ നടത്തുന്നതെന്നും PRD നൽകിയ പത്രപരസ്യത്തിലൂടെ സർക്കാർ പറഞ്ഞു. DGP ഓഫീസിന് മുന്നിലുണ്ടായ സംഭവങ്ങളും തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമസമരങ്ങളും സർക്കാരിനെതിരായ ഗൂഢനീക്കത്തിന്റെ പ്രതിഫലനമാണ്. ജിഷ്ണുവിന്റെ കേസ് നിഷ്പക്ഷമായും കാര്യക്ഷമമായും സർക്കാർ കൈകാര്യം ചെയ്യും. ഒളിവിൽ പോയ പ്രതികളെ വൈകാതെ പിടികൂടാൻ കഴിയുമെന്ന് പോലീസിന് ഉറപ്പുണ്ടെന്നും സർക്കാർ പരസ്യത്തിൽ വ്യക്തമാക്കുന്നു. ജിഷ്ണുവിന്റെ അമ്മയെ നിലത്തിട്ട് വലിച്ചിഴച്ചുവെന്നത് തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കിയുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും പരസ്യത്തിലൂടെ. എന്നാൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ളതാണ് പരസ്യമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പ്രതികരിച്ചു. സത്യമല്ല, ഒരിക്കലും സത്യമല്ല. പക്ഷെങ്കിൽ ഇത്രത്തോളം ഗവൺമെന്റിന് അത് ഇഷ്ടപ്പെടും, പിണറായി വിജയനും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആ ഒരു അവസരം ഇവരുണ്ടാക്കിയതിൽ ഒരുപാട് സങ്കടമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണുവിന്റെ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും നിരാഹാര സമരം 4ാം ദിനവും തുടരുന്നു. മഹിജയുടെയും അമ്മാവൻ ശ്രീജിത്തിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ ഇടുപ്പിന് വേദനയുള്ളതിനാൽ കൂടുതൽ ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ മഹിജയോട് നിർദ്ദേശിച്ചു. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്തും വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് ജിഷ്ണുവിന്റെ അച്ഛൻ അശോകനും വ്യക്തമാക്കി. ജിഷ്ണു പ്രണോയിയുടെ സഹോദരി അവിഷ്ണയുടെ നിരാഹാര സമരം 4ാം ദിവസവും തുടരുന്നു. അവിഷ്ണയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇനിയും നിരാഹാരം തുടർന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് സാധ്യത. ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് അവിഷ്ണ. ജിഷ്ണുവിന്റെ അമ്മയ്ക്കൊപ്പമാണ് സർക്കാരെന്ന് KK ശൈലജ. ജിഷ്ണു കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സമരത്തെ ചിലർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നും KK ശൈലജ പറഞ്ഞു. ഞങ്ങൾ ജിഷ്ണുവിൻ്റെ കുടുംബത്തോടു കൂടിയാണ്. മാത്രമല്ല, ഈ കേസിലെ മുഴുവൻ പ്രതികളെയും മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പ്രതിയോട് ഒരു പക്ഷപാതിത്വം ഉണ്ടാകുന്ന എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ദുഃഖം അനുഭവിക്കുന്ന അമ്മയെ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നുള്ള ബലമായ സംശയം എനിക്കുണ്ട്. സർക്കാരിന്റെ സമനില തെറ്റിയെന്നും പത്രപരസ്യം കൊടുത്ത് ജിഷ്ണുവിന്റെ കുടുംബത്തെ അപമാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ സർക്കാരിന് സമനില തെറ്റിയിരിക്കുകയാണ്. ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. എല്ലാം തെറ്റും അവാസ്തവമായ കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് ഈ കുടുംബത്തെ അപമാനിക്കേണ്ട കാര്യം എന്താണ് ഉണ്ടായത്? അവരുടെ മകൻ മരിച്ചതിലുള്ള ദുഃഖവും ആശങ്കയും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവരവിടെ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. നിരാഹാരം ഇരിക്കുന്ന ജിഷ്ണുവിന്റെ സഹോദരിയെ ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. നിരാഹാരം അവസാനിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. വെള്ളം പോലും കുടിക്കാതെയുള്ള നിരാഹാരം ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുമൊക്കെ നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ചൂട് ഉള്ള ഉപ്പ് വെള്ളം കുടിക്കും. അത് അനിവാര്യമാണ്. അത് നിരാഹാരം കിടക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ഗവൺമെൻറ് കൊടുത്ത പത്രപരസ്യത്തിലെ ന്യായാന്യായങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുടുംബാംഗങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? മകൻ മരിച്ച ഒരു അമ്മയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാകത്തില്ലല്ലോ. മകൻ്റെ മരണത്തിലുള്ള ദുഃഖമാണ്. ഐസ്ക്രീം പാർലർ കേസിൽ കോടതിയിലുള്ള മൊഴികളിൽ വേദിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് PK കുഞ്ഞാലിക്കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് VSന്റെ പരിഹാസം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലാവണം തെരഞ്ഞെടുപ്പ് ഫലമെന്നും VS പറഞ്ഞു. VS എത്തിയതോടെ LDF പ്രചാരണ റാലികളും ആവേശത്തിൽ ആയി കഴിഞ്ഞു. നാം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കാണ്. എന്നാലും കേരളത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ
സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലും കേന്ദ്ര ഭരണത്തിൻ്റെ വിലയിരുത്തലും നിങ്ങൾ നടത്തണം. കോൺഗ്രസുമായി സഹകരിക്കാതെ ബി.ജെ.പിയെ നേരിടാൻ ഇടതുപക്ഷത്തിനാവില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ.കെ. ആന്റണി. രാജ്യത്തെ മതേതര കൂട്ടായ്മ തകർക്കുന്ന CPIM-നുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആകണം മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ആന്റണി മലപ്പുറത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി വൈകാതെ കോൺഗ്രസ് അധ്യക്ഷനാകുമെന്നും ആന്റണി വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിലല്ലാതെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി സഹകരിക്കാതെ ഈ അത്യാപത്തിൽ നേടാൻ സാധ്യമല്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ മതേതര ഐക്യത്തെ തുരങ്കം വയ്ക്കാനുള്ള കരിങ്കാലിപ്പണിക്ക് അവർക്ക് പുനർചിന്ത ഉണ്ടാകണമെങ്കിൽ പോലും ഇവിടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടാകണം. ദീർഘദൂര സർവീസുകൾ ക്രമീകരിക്കുന്നതിൽ ഏകോപനമില്ലാത്തതാണ് KSRTCയുടെ നഷ്ടക്കണക്കുകളെ 10 മടങ്ങ് ഉയർത്തുന്നത്. ഷെഡ്യൂൾ നിശ്ചയിക്കുന്നതിൽ സോണൽ ഓഫീസുകളും ഡിപ്പോകളും തമ്മിൽ ആശയവിനിമയം നടത്താത്തതാണ് ഇതിന് കാരണം. വിവിധ ഡിപ്പോകളിൽ നിന്നായി ഒരേ റൂട്ടിൽ പുറപ്പെടുന്ന ദീർഘദൂര സർവീസുകളിൽ പലതും ഒരേ സമയത്താണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഷെഡ്യൂൾ ക്രമീകരണത്തിലെ അപാകതകൾ മൂലം സംസ്ഥാനത്തെ KSRTC സർവീസുകൾ പലതും വഴിപാടുകൾ മാത്രമാകാറുണ്ട്. ഡിവിഷണൽ ഓഫീസുകൾ തമ്മിൽ ആശയവിനിമയം ഇല്ലാത്തതുമൂലം ഒരേ റൂട്ടിൽ പല ഡിപ്പോകളിൽ നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ പുറപ്പെടുന്നതാണ് കാരണം. ഇതോടെ കളക്ഷൻ കുറവ് വന്ന സർവീസുകൾ നഷ്ടത്തിലാവുകയാണ്. 10,000-ൽ കുറവ് കളക്ഷനുള്ള സർവീസുകൾ ഒഴിവാക്കിയുള്ള ക്രമീകരണത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് പ്രാവർത്തികമായി തുടങ്ങിയിട്ടില്ല. നഷ്ടത്തിലോടുന്ന വണ്ടികൾ 10,000-ൽ താഴെ കളക്ഷനുള്ള വണ്ടികൾ ക്രമീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട MD നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പണികൾ നടക്കുന്നുണ്ട്. ഒരു ഘട്ടം വരെയുള്ള റിപ്പോർട്ട് MDക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചു വരുന്ന മുറയ്ക്ക് നമ്മൾ നടപ്പിലാക്കും. സർവീസുകൾ ഡിവിഷൻ ഓഫീസ് തലത്തിൽ പുനഃക്രമീകരിച്ചു തുടങ്ങിയെങ്കിലേ നിലവിലെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകൂ. എന്നാൽ സോണുകൾക്ക് പുറത്തുനിന്നുള്ള ദീർഘദൂര സർവീസുകളുടെ സമയമാറ്റത്തിന് സംസ്ഥാന തലത്തിലുള്ള മേൽനോട്ടം ആവശ്യമായി വരും. അത് സംസ്ഥാന തലത്തിലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒരു പരിധി വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. അതായത് സമയത്തുണ്ടാകുന്ന പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നിർദ്ദേശത്തിൽ ഗ്രാമീണ റൂട്ടുകളിൽ യാത്രക്കാരില്ലാതെ നടത്തിവരുന്ന ലാഭകരമല്ലാത്ത സർവീസുകളും കീശ ചോറുന്നതിൽ പ്രധാന ഘടകമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരൾച്ച കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു പ്രദേശത്തിന് ആശ്വാസമാവുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. ലോറിയിൽ കുടിവെള്ളം ശേഖരിച്ച് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണിവർ. കോഴിക്കോട് കക്കോടി കുട്ടമ്പൂരിൽ നിന്നാണ് മനുഷ്യത്വം നിറഞ്ഞ ഈ കാഴ്ച. ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും ലോകത്ത് മാത്രം പുതുതലമുറ ഒതുങ്ങുമ്പോഴാണ് കോഴിക്കോട് നന്മണ്ട കുട്ടമ്പൂരിലെ ഈ യുവാക്കൾ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ സ്നേഹത്തിന് പാത്രമാവുകയും മാതൃകയാവുകയും ചെയ്യുന്നത്. വരൾച്ച കൊണ്ട് വീർപ്പുമുട്ടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്താണ് ഇവർ ശ്രദ്ധേയരാവുന്നത്. കാക്കൂർ പഞ്ചായത്തിലെ 5, 6 വാർഡിൽ ഉൾപ്പെടുന്ന കായലാട്ട്, വെള്ളച്ചൽ, പുതുക്കുടിമല, തൽപ്പാടിമല എന്നീ പ്രദേശങ്ങളിലായാണ് ഇവർ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ അനുമതിയോടെ വെള്ളം സുലഭമായ പ്രദേശത്തെ കിണറിൽ നിന്നും വെള്ളം ശേഖരിച്ച് ലോറിയിൽ വരൾച്ചാബാധിത ഇടങ്ങളിൽ ഇവർ എത്തിച്ചു കൊടുക്കുന്നു. വെള്ളവുമായി എത്തുന്ന ഈ ലോറി കണ്ടാൽ പിന്നെ മലമുകളിൽ താമസിക്കുന്നവർക്ക് വലിയ ആശ്വാസം. കൊണ്ട് ഇപ്പൊ ഈ വെള്ളം കിട്ടുന്ന ഭയങ്കര ഒരു ഉപകാരം. എല്ലാ വീട്ടിലും, ഇവിടെ ഒരു വീട്ടിലും വെള്ളമല്ല. ഇവിടെ കലക്ക് വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. ഈ വെള്ളം കിട്ടുന്ന ഈ കുട്ടിയൊക്കെ വലിയൊരു പുണ്യം കിട്ടും. വരൾച്ചയുടെ ഭീകരമുഖം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചിന്തയിലേക്ക് തങ്ങളെ എത്തിച്ചത് എന്ന് ഇവർ പറയുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം മുഖേനയാണ് ഞങ്ങൾ ഈ സംരംഭമായി മുന്നോട്ടിറങ്ങിയത്. കഴിഞ്ഞ വർഷം 54 ദിവസത്തോളം ഇവർ വീടുകളിൽ വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നു. ഇത്തവണയും വരൾച്ച വിട്ടുമാറുന്നതുവരെ വെള്ളം നൽകാനാണ് ഇവരുടെ തീരുമാനം. സ്പാർട്ടൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അംഗങ്ങളായ 40ഓളം യുവാക്കളാണ് നാടിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത്. വരണ്ടുണങ്ങിയ പ്രദേശത്ത് പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഒരു കുടം വെള്ളവുമായി എത്തുകയാണ് ഈ ചെറുപ്പക്കാർ. വരാനിരിക്കുന്ന വലിയ സമൂഹത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് ഇവർ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വൃദ്ധൻ തെരുവുപട്ടികളുടെ കടിയേറ്റ് മരിച്ച നിലയിൽ. കാട്ടിൻപുറം സ്വദേശി കുഞ്ഞികൃഷ്ണനാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴുത്തിലും കൈയിലും ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 85-കാരനായ കാട്ടുപുറം സ്വദേശി കുഞ്ഞുകൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. കഴുത്തിലും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. 10 മീറ്ററോളം ചുറ്റളവിൽ പട്ടികൾ കടിച്ചു വലിച്ചതുപോലുള്ള പാടുകളുണ്ട്. വിജനമായ പാടത്താണ് മൃതദേഹം കണ്ടത്. ഒരു 5 ഏക്കർ തരിച്ചു പാടത്ത്
പട്ടികൾ കൂട്ടം കൂടി നിന്ന് കടി കൂടുന്നതും ബഹളം കൂട്ടുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്തോ കടിച്ചു വലിക്കുന്നത് കണ്ടു. അങ്ങനെ പട്ടിയെ ഓട്ടിച്ചിട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം കമന്ന് കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വൈകിട്ട് 6 മണിയോടെ സമീപത്ത് കവലയിലേക്ക് മുടിവെട്ടാനായാണ് കുഞ്ഞുകൃഷ്ണൻ പുറത്തുപോയത്. രാത്രി വൈകിട്ടും കാണാതായതോടെ ബന്ധുക്കൾ അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സരോജിനിയാണ് മരിച്ച കുഞ്ഞുകൃഷ്ണന്റെ ഭാര്യ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തേജസ് ഫുഡ് പ്രോജക്ട്സ് വിപണിയിലിറങ്ങി. നിർമ്മാണത്തിലെയും അസംസ്കൃത വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിലെ അർപ്പണ മനോഭാവവും പരമ്പരാഗത രുചിക്കൂട്ടുകളിലുള്ള നിഷ്കർഷയും തേജസിനെ മറ്റു കറി പൗഡറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്ന് നിർമ്മാതാക്കൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാസവള കീടനാശിനി പ്രയോഗങ്ങൾ കുറഞ്ഞ പാടശേഖരങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിച്ചു വയ്ക്കുന്നതിനാൽ തേജസ് ഉൽപ്പന്നങ്ങൾ രാസവസ്തു വിമുക്തമായിരിക്കും. തേജസ് ഉൽപ്പന്നങ്ങൾ ഉന്നത നിലവാരമുള്ളതും സാമ്പിൾ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയവ ആണെന്നും തേജസ് മാർക്കറ്റിംഗ് ഡയറക്ടർ KC ആൻഡ്രു അറിയിച്ചു.